ഉറങ്ങിയതായിരുന്നു ഗൈസ്. ഉച്ചമയക്കം അങ്ങനെ അവിടെ കഴിഞ്ഞു. സമയം 5 മണിയാവാറായി. പിള്ളേരിപ്പോൾ വരും. വന്നാൽ ഇപ്പം ജകളോടും നടക്കാൻ പോണ്ടേ ഉമ്മ, സൈക്കിൾ ചവിട്ടാൻ പോണ്ടേ ഉമ്മ എന്ന് ചോദിക്കും. അപ്പോഴേക്കും അവൻ വരുമ്പോഴേക്കും ഒന്ന് റെഡിയായേക്കാമെന്ന് കരുതി. ഒന്നുമില്ല, ഡ്രസ്സൊന്ന് മാറണം. പുറത്തേക്ക് ഇറങ്ങുന്നതല്ലേ, റോഡുമ്മ കൂടി. ഭയങ്കര മടിയാണ് നടക്കാൻ എനിക്ക് പോകാൻ മടിയായതുകൊണ്ടാണ് പിള്ളേരുടെ സൈക്കിൾ ചവിട്ടാൻ എന്നെ ഏൽപ്പിച്ചത്. ഇന്നലെയൊക്കെ കുറച്ച് ഓടിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ചും കൂടി ദൂരം കൂട്ടണം, കുറച്ചും കൂടി സമയം കൂട്ടണം. വീഡിയോ ഇന്നലത്തെക്കാട്ടിലും കുറച്ചുകൂടി ദൂരം ഓടിച്ച്, കുറച്ചുകൂടി ടൈം ഓടിച്ച്. മോനെത്തിയില്ല, അവന് ക്യാമ്പുണ്ട് സ്പോർട്സിൻ്റെ. അപ്പോൾ വന്നാൽ ആദ്യം ചോദിക്കും, അമ്മ എക്സസൈസ് ചെയ്തോ, മറ്റേ സൈക്കിൾ ഓടിച്ചിനോ, ഇതൊക്കെ ചോദിക്കാം. ഇനി കുറച്ച് വീട്ടിൽ എത്തിയിട്ടുള്ള വർക്കൗട്ട്, കാരണം അവന് മറ്റേ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് സൈക്കിൾ ഓടിച്ചിട്ട് അനക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവന് എൻ്റെ വെയിറ്റ്, എൻ്റെ ഏജ് ഒക്കെ വെച്ചിട്ട് യൂട്യൂബിൻ്റെ അകത്തോ ഗൂഗിളിൻ്റെ അടുത്തങ്ങ് സെർച്ച് ചെയ്തിട്ട് 1-2 വർക്കൗട്ടുകൾ കാണിച്ചു നിൽക്കുക. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കുമ്പ കുറയാനാട്ടോ. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ജിമ്മിലെ ട്രെയിനറാണ്. അവളെനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യും, ജസിത ഒന്ന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുമോ, എന്നാലേ നല്ല ഷേപ്പുള്ള ബോഡിയാണ്, ഒന്ന് ഫിറ്റാവും എന്ന് കുറേ എന്നോട് പറയുന്നു. ഞാനെന്നും മടി പിടിച്ചിട്ട് നിൽക്കല. അപ്പോൾ അവന് കുറച്ച് വർക്കൗട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്, അതൊക്കെ കുറച്ച് ചെയ്യണം. ഇന്ന് അങ്ങാടിയിലേക്ക് പോയില്ല കേട്ടോ, ഓനില്ലാത്തതുകൊണ്ട് ഇതിൽ തന്നെ 3-4 റൗണ്ട് അടിച്ചതാണ്. ബാക്കി വർക്കൗട്ട് കൂടി ഒന്ന് ചെയ്ത് ഒന്ന് മേലേക്കാൽ വരയ്ക്കാനിരിക്കണം. അത്രേ ഉള്ളൂ. ടാറ്റാ. അങ്ങനെ മേലൊക്കെ കഴുകി ഫ്രഷായി വർക്ക് ചെയ്യാനിരിക്കുകയാണ്. ഞാൻ ചെയ്തൊരു കുഞ്ഞു വർക്ക് കാണണം.
ഇനിയിപ്പോൾ ചോദിക്കേണ്ട കൃഷ്ണൻ പ്രാർത്ഥിക്കുകയാണോന്ന്. ഇതെന്ത് കണ്ടിട്ടാണെന്നറിയാം, ഗുരുവായൂർ 2025 ഡയറിയിലൊരു ഫോട്ടോ കണ്ടതാ. അതേപോലെയൊന്നും ആയിട്ടില്ല എന്നാലും. പക്ഷേ ഈ കയ്യിലൊരു കിളിയുണ്ട് കേട്ടോ, ആ കുഞ്ഞു കിളിയായിട്ട് എനിക്ക് വരയ്ക്കാൻ ചടപ്പായി. വരയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് എത്തുമ്പോഴൊക്കെ ഒരു ചടപ്പ് വന്നത്. കിളിനെയും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫോട്ടോ റെഡിയായവരെ ലിസ്റ്റ് മെസ്സേജ് ചെയ്തതായിരുന്നു. അപ്പോഴാണ് കാണുന്നത്. കിളിനെയും സൂര്യനെയും ഒന്നും കൊടുത്തില്ല കേട്ടോ, അതൊക്കെ ക്യാൻവാസ് കൊടുക്കുമ്പോഴാണ്. ഫോണ് താഴെ പോയി ഗൈസ്. അപ്പോഴേക്കും ഓള് വന്നെടുത്ത് ഓളുടെ ഫേസിലും കുടുങ്ങി, അതുകൊണ്ട് കട്ടാക്കിക്കാനതാ. അപ്പോൾ വരച്ച് തുടങ്ങി ഒരിച്ചിരി അങ്ങോട്ട് എത്തുമ്പോഴേക്കും എനിക്ക് വേഗം അവിടെ അട്ടയൊക്കെ പിന്നെ ചെയ്യാൻ തോന്നും. അങ്ങനത്തെ ഒരു പ്രകൃതം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ ഗൈസ്? മെലിയാൻ വേണ്ടിയിട്ട് ഡയറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഡയറ്റ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വേറൊരു കാര്യം കേൾക്കണോ? ഞാനും സലീമും എന്തിനാണ് ഡിവോഴ്സ് ആയതെന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യും, അല്ല ലൈവിൽ വരുമ്പം ഒക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ മെനക്കെട്ടിടുന്ന വീഡിയോനെക്കാട്ടിൽ ഇരട്ടി റീച്ചാ. എല്ലാവർക്കും അത് അറിയണ്ട്, ഞാൻ എന്നെ കെട്ടിയോന്നും നമ്മൾ പിരിഞ്ഞോന്നുള്ളത്. വല്ലാത്ത ജാതി തന്നെ. അക്രലിക് ഷീറ്റിൻ്റെ മുകളിലിങ്ങനെ ഒരു ഉണ്ടാട്ടോ, സ്ക്രാച്ച് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്യട്ടെ. എല്ലാവരും ഞാനും സലീമും തമ്മിൽ പിരിഞ്ഞത് എന്തിനാണെന്ന് കണ്ടിട്ടില്ലേ? ഓടിപ്പോയി കണ്ടിട്ട് വരും കേട്ടോ.